പൗരോഹിത്യത്തിന്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന കുപ്പമല പുത്തൻപുരയിൽ ഫാദർ തോമസ് കോർ എപ്പിസ്കോപ്പയ്ക്ക് കോഴിപ്പള്ളി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സൂര്യാനിപ്പള്ളി ഇടവകയുടെ സ്നേഹാദരവ് നൽകി. യോഗത്തിന്റെ ഉദ്ഘാടനം പാലക്കുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.എൻ. സുനിൽ നിർവഹിച്ചു. വികാരി ഫാദർ ഡെയിൻ മാത്യു അധ്യക്ഷത വഹിച്ചു. അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ ആദ്യമായിട്ടൊരു പള്ളിയിൽ അച്ഛനെ കാണുന്നത് കുപ്പമല അച്ഛനാണ്. ശരിക്കും പേടിയായിരുന്നു അച്ഛനെ. കാരണം അച്ഛൻ ഇച്ചിരി കർക്കശക്കാരനാണ്. കാരണം സ്കൂളിൽ അന്ന് അച്ഛൻ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ ഒരു 5-6 വയസ്സിലൊക്കെ എൻ്റെ വീട് ഇവിടുന്ന് വെറും 500 മീറ്റർ അകലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങളുടെയൊക്കെ ചെറുപ്രായത്തിൽ ഈ പള്ളിമുറ്റത്തും സ്കൂളിൻ്റെ മുറ്റത്തൊക്കെ ആയിരുന്നു കളിച്ചു വളർന്നത്. അപ്പം അച്ഛൻ അന്ന് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങളെ ഇവിടെ കൊച്ചുകുട്ടികളാണ്. ഈ കുട്ടികളൊക്കെ എനിക്ക് ചെറുതായ 5-6 വയസ്സ്. അപ്പോൾ അച്ഛൻ ചിലപ്പോൾ ഓടിച്ചു വിടും ഇവിടെ, കാരണം കുട്ടികളുടെ വികൃതികളൊക്കെ ഉണ്ടല്ലോ ആ കാലത്ത്. പക്ഷെ അന്ന് മുതലേ അച്ഛനെ എനിക്ക് ശരിക്കും പേടിയാണ്. പിന്നീട് അച്ഛനൊരു ഈ പുറമേ കാണുന്ന ഇതുള്ളൂ എന്ന് പറയുന്ന പ്രായമൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് അച്ഛനുമായിട്ട് സംസാരിക്കും. മാത്രമല്ല എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തെയും അമ്മായിയും ഒക്കെ ഒന്നിച്ച് വർക്ക് ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞ അച്ഛനൊരു ഈ പുറമേ കാണുന്ന ഇതിപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ എന്തായാലും ആ പേടിയൊക്കെ പോയി. അച്ഛൻ്റെ ഈ 50 വർഷം ഈ വൈദിക വൃത്തിയിൽ കഴിയുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഒരു വൈദികർക്കോ മറ്റൊരു സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു കാര്യമല്ല. 50 വർഷം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ ഒരു കാലമല്ല. കാരണം ഇതിനാണ്ട് എനിക്ക് തോന്നുന്നത് 78 വയസ്സായി. 78 വയസ്സ്. എൻ്റെ അച്ഛനൊക്കെ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാണ് സ്കൂളിലെ കാര്യങ്ങൾ, സ്കൂളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ 78 വയസ്സായി. ആ 78 വയസ്സിൽ 50 വയസ്സിൽ 50 വർഷത്തിൽ കൂടുതൽ വൈദിക വൃത്തിയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വൈദികനും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടാവും, പക്ഷെ നമ്മുടെ നാട്ടിലില്ല. പക്ഷെ അങ്ങനെ ഒരു അവസരത്തിൽ അച്ഛന് ഇത്രയും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഇടവകയുടെ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കത്തക്കതായ ഒരു പ്രോഗ്രാമിനാണ് നാം ഓരോരുത്തരും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പൗരോഹിത്യ ശുശ്രൂഷയിൽ 50 വർഷം ഇത് പൂർത്തിയാക്കുക, ഇത് ഒരു വലിയ ദൈവിക അനുഗ്രഹവും ദൈവിക നിയോഗവുമാണ്. എല്ലാ പുരോഹിതന്മാർക്കും ലഭിക്കുന്നതായ ഒരു ഭാഗ്യമല്ല അത്. വന്നിയ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ദൈവിക നിയോഗവും അനുഗ്രഹവും ലഭിച്ചിരിക്കുകയാണ്. അച്ഛന് ലഭിച്ചതായ ആ ഒരു വലിയ അനുഗ്രഹം നമ്മുടെ ഇടവകയും ഏറെ സന്തോഷത്തോടെ സ്വീകരിച്ച് നമ്മൾ ആ സന്തോഷത്തിൽ പങ്കുചേരുന്നതായ ഒരു വെട്ടിക്കൽ MSOT വൈദിക സെമിനാരിയിലെ വന്ധ്യ മിഖായൽ റമ്പാച്ചൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മാരക സെയിന്റ് തോമസ് യാക്കോബായ സൂര്യാനിപ്പള്ളി വികാരി ഫാദർ ബേബി മണ്ടോളിൽ, തോട്ടുപുറം മാർ ഗ്രിഗോറിയസ് യാക്കോബായ സൂര്യാനിപ്പള്ളി വികാരി ഫാദർ ബേബി മാനാത്ത്, പാലക്കുഴ സെയിന്റ് ജോൺസ് യാക്കോബായ സൂര്യാനിപ്പള്ളി വികാരി ഫാദർ ബിനു യോഹന്നാൻ, കൂത്താട്ടുകുളം ബദ്ഹൂബ സെന്റർ വികാരി ഫാദർ മനു കോക്കാട്ട്, നെല്ലിക്കുന്ന് സെയിന്റ് ജോൺസ് യാക്കോബായ സൂര്യാനിപ്പള്ളി വികാരി ഫാദർ ബോബി തറയാനിയിൽ, ഇടവക അംഗങ്ങളായ ഫാദർ ജോമോൻ പൈലി, ഫാദർ എൽദോസ് കെ തോമസ്, മുൻ സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് പീറ്റർ കെ ഏലിയാസ്, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ബോബൻ വർഗീസ്, ട്രസ്റ്റിമാരായ ബേബി വാട്ടപ്പള്ളിൽ, ജോർജ് കുട്ടി തലച്ചെറിയിൽ, ഷിബു കെ ഫിലിപ്പ്, സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ അനൂപ് രാജു, വനിതാ സമാജം സെക്രട്ടറി മറിയാമ്മ മത്തായി, യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി നിധിൻ മലയിൽ, സീന ബിന്ദു, PM മത്തായി തുടങ്ങിയവർ സംസാരിച്ചു. ദൈവനിയോഗം എന്നതുപോലെ നാട്ടിൽ വന്നു. ആ പഴഞ്ചൊല്ല് അനർത്ഥമാകുവാനൊക്കെ വേണം ഇവിടെ എത്തിച്ചാൽ വളരെ സന്തോഷം. ദൈവനിയോഗം എന്ന് വരുന്നത് അപ്പോൾ തന്നെ പ്രധാനപ്പെട്ട റമ്പാച്ചനിലൂടെ പരിശുദ്ധ സഭയുടെ പ്രാദേശിക തലവൻ അഭിനന്യ യൗസേഫ് കസേരിയസ് ഭാവത്തിൽ മനസ്സുകൊണ്ട് കൽപ്പിച്ചനുഗ്രഹിച്ച് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അനുഗ്രഹാശിസുകളും നേർന്നുകൊണ്ടും എന്നും സ്മരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ സഭയുടെ അംഗീകാരം എന്നതുപോലെ വിശുമാലയും തന്ന കൊടുത്തയച്ച് നിങ്ങളുടെയെല്ലാം സാന്നിധ്യത്തിൽ സമർപ്പിച്ച് അണിയിച്ചപ്പോൾ അത് വലിയ അനുഗ്രഹമായി തീർന്നു. അതൊരു ദൈവനിയോഗം മാത്രം. ഇതാരും പ്രതീക്ഷിച്ചിരുന്ന ഒരു വലിയ സംഗതിയല്ല, എന്നാൽ അതിനപ്പുറമായിരിക്കുന്ന ഒരു വലിയ സംഗതിയാണ്. നന്ദിയോടെ എല്ലാം സ്മരിക്കട്ടെ.